ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ഷെമി. ഇന്ന് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട്. വർക്ക് വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം നാടായ റാന്നിയിലാണ്. അതുകൊണ്ട് തന്നെ കോന്നിന്ന് റാന്നി വരെ പോകാൻ നല്ല ദൂരമുണ്ട്. അങ്ങനെ മാക്സിമം പെട്ടെന്ന് തന്നെ റെഡിയായി ഞാൻ ഇറങ്ങി. ഒരു 8:15 സംതിങ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയ പാടെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട നിവർത്താതിരിക്കാൻ പറ്റില്ല. കുട നിവർത്തി 2 പോസൊക്കെ പോസ് ചെയ്ത്, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമല്ലോ, അങ്ങനെ പോസൊക്കെ ചെയ്ത് അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ബസ് വന്നു. ബസ്സിൻ്റെ കാര്യം ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സൂചി കുത്തനായിട്ട് ഇടയിലായിരുന്നു. പത്തനംതിട്ടയ്ക്ക് ആകാറായപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. എനിവേ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പത്തനംതിട്ട സ്റ്റാൻഡെത്തി. സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് റാന്നി ബസ് കിടപ്പുണ്ടായിരുന്നു. അതിൽ റാന്നി ബസ്സിൽ കയറി. പക്ഷെ നല്ല ലേറ്റായിട്ടാണ് ബസ് എടുത്തത്. പോകുന്ന വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉദിമൂട് ഭാഗമൊക്കെ ആകാറായപ്പോഴത്തേനും മഴയൊക്കെ മാറി. പിന്നെ റാന്നി എത്തിയപ്പോൾ ഒട്ടും മഴയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റാന്നി എത്തി. റാന്നിയിൽ നിന്ന് ഓട്ടോ വിളിച്ച് വേണം ബ്രൈഡിൻ്റെ ലൊക്കേഷനിൽ പോകാൻ. ലൊക്കേഷൻ വേറെ എവിടെയല്ല, നമ്മുടെ ഐത്തലയിലാണ് വരുന്നത്. ആദ്യം വിചാരിച്ച് നടന്നു പോകാൻ, ഈ മഴയത്ത് നടന്നു പോയി കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ച് പോയി. അങ്ങനെ ബ്രൈഡിൻ്റെ വീടെത്തി. ഇതാണ് എൻ്റെ ബ്രൈഡ് ടാനിയ. ആളെൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ആളുടെ എൻഗേജ്മെൻറ്റ് പ്ലസ് മാരേജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് സെമി ബ്രൈഡൽ ഡിസൈനായിരുന്നു. ഒരു മണ്ടാല ചേർന്നുള്ള ഒരു ഡിസൈൻ, മണ്ടാല ഡിസൈൻ എന്ന് വേണം പറയാൻ. ആൾക്ക് ഹാങ്ങിങ്സോ വെയിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഫുൾ ഡോട്ടഡ് ഹബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം കംപ്ലീറ്റ് ആക്കി വർക്കെല്ലാം ആൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.